ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോ പൊരിയൽ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്തെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ എൻ്റെ രീതിയിലുള്ള പരീക്ഷണം. ഇതിൻ്റെ മുന്നേ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു കറക്ഷൻസ് വേണമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ തോന്നി. വേറെ വലിയ മിസ്റ്റേക്കല്ല, ഒരു കുട്ടി കുട്ടി മിസ്റ്റേക്സ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ വ്ളോഗും കറക്റ്റ് തന്നെയാണ് പ്രൊസീജിയേഴ്സൊക്കെ അതിൽ കാണിച്ചതും. അപ്പം ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് എനിക്ക് കാണിക്കണം തോന്നി. അപ്പം അങ്ങനെയും കൂടി കാണിച്ചിട്ടുള്ള വ്ളോഗും കൂടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് പൊട്ടിക്കണേ. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കാൻ പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടാവട്ടെ. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ആട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാം. അപ്പം ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മതി, ഒരു പിഞ്ച് ഓഫ് പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കടുകൊന്ന് പൊട്ടട്ടെ. ചൂടായ എണ്ണയിൽ കിടന്ന് കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, അപ്പം നമ്മുടെ കടുക് അവിടെ പൊട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. കടുക് പൊട്ടിയ ശേഷം ഞാൻ പെരിഞ്ജീരകം പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി പെരിഞ്ജീരകം ഇടുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തത് ഉരുളക്കിഴങ്ങാണ് ഇടാനുള്ളത്. അപ്പം നമ്മൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ട് വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ. ഉരുളക്കിഴങ്ങ് ഇട്ട ശേഷം കുറച്ച് ഉപ്പ്, പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കടുക് പൊട്ടിയ ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. അതിലേക്ക് പിഞ്ച് ഓഫ് സോൾട്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ്. ഇത് ഒന്ന് നന്നായിട്ട് നിറച്ച് കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷമാണ് കുറച്ച് നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പറയാം, കാണിച്ചു തരാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ഇട്ട ശേഷം പിഞ്ച് ഓഫ് സോൾട്ടും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കണം.
ഇനി ചെറിയ തീയിൽ ഇട്ട് വേവിച്ചാൽ മതി. നമ്മളെ മസാല പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സിമ്മാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. ഇനി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. ഞാൻ മുളക് പൊടി ആഡ് ചെയ്തു, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടി ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചിക്കൻ മസാല ഇത്തിരി വരും, അധികം വേണ്ട, ഇത്തിരി വരും. നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് നമ്മളെ പൊടികളൊക്കെ പിടിച്ച് വരണം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് ചെറിയ തീയിലേക്ക് ആക്കണേ. പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പൊടിയിട്ട ഉടനെ തന്നെ സിമ്മിലേക്ക്. മഞ്ഞൾപ്പൊടി ഇട്ട് ഫസ്റ്റ് തന്നെ സിമ്മ് വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഞാൻ കുറച്ച് ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അധികം ഇട്ടില്ല, കുറച്ച് ചിക്കൻ മസാല. നേരത്തെ നമ്മൾ ആഡ് ചെയ്താണ്, അതിനോട് ഞാൻ പറഞ്ഞത് കുറച്ച് മതി, ഇത്തിരി. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും പൊടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെന്തോട്ടെ. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സിമ്മിലാക്കി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അത് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ പൊരിയൽ, അതായത് പൊട്ടറ്റോ ചിപ്സ്, അതിനൊക്കെ ചായക്ക് അടിപൊളി ക്രിസ്പി പൊട്ടറ്റോ പൊരിയൽ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ കഴിച്ച ശേഷമാണ് കേട്ടോ വോയിസ് കൊടുക്കുന്ന വീഡിയോന്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. വീട്ടിലെല്ലാവരും കഴിച്ചു. നല്ല അടിപൊളിയാണ്, ക്രിസ്പിയാണ്. അപ്പം ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു കുട്ടി കറക്ഷൻ. ഫസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോൾ കുട്ടി കറക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് തിരുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പാർട്ട് 2 വ്ളോഗായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റേത് പാർട്ട് 1 ആയിട്ടും ഉണ്ടാവും. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഫസ്റ്റിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നതും അരിഞ്ഞ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. ആ വീഡിയോയിലാണ് കാണിച്ചത്. അപ്പം ഞാൻ ഇതിൽ അത് കാണിച്ചിട്ടില്ല. അതിൻ്റെ ചെറിയ ചെറിയ അതിലില്ലാത്തതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പം വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കി ഇന്ന് 2ാമത്തെ പ്രാവശ്യം. അപ്പം വീണ്ടും കറക്റ്റ് ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പം വീണ്ടും കാണാം.
അടുത്ത വ്ലോഗായിട്ട് വീണ്ടും കാണാം. ബൈ.